ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന കണക്ക് നല്ല ഭംഗിയുള്ളൊരു ഫേൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണേ. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആ ഫേണിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് ഞാൻ ഒരു ചട്ടിയിൽ നടുകയാണേ. അതിനായിട്ട് ആദ്യമേ ഞാൻ ചട്ടിയുടെ അടിയിൽ ഒരു കുഞ്ഞു ചട്ടി എടുത്തേക്കുന്നത്. അടിയിൽ ഹോളുകളൊക്കെ ഉണ്ടല്ലോ, ആ ഹോളൊക്കെ കല്ല് വെച്ചിട്ട് അടച്ചു വെച്ചു കുറച്ച്, കാരണം അതിൻ്റെ ഇടയിലൂടെ വെള്ളം ലീക്കായി പോകും. എന്നിട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. പിന്നെ പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ ഈർപ്പം നിലനിൽക്കുന്ന പോട്ടി മിക്സ് വേണം. അപ്പോൾ അതിനായിട്ട് ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ, പിന്നെ മേൽമണ്ണ്, കമ്പോസ്റ്റ്, പിന്നെ സാഫ്. കാരണം ഈ ചെടിയെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ട് ഫംഗൽ ബാധ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാഫ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഞാൻ ഈ ചെടി നട്ടുവെച്ചു. ഈ ചട്ടിയിൽ അങ്ങനെ നട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വേറൊരു ചട്ടി നിറയെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ചട്ടി നിറഞ്ഞ് ഈ ചെടി ഉണ്ടായിരുന്നു. ആ ചട്ടിയിൽ കുറേ ഉണങ്ങിപ്പോയി. അത് കാരണം വേറൊന്നുമല്ല, എൻ്റെ ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ചയോളം വെള്ളം ഒഴിക്കാൻ വരാതിരുന്നത് കൊണ്ട് അത് വാടിപ്പോയി. ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ ആണെങ്കിലും വെള്ളം ഒഴിച്ച് 3ൻ്റെ അന്ന് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പം കിളിർത്ത് വരും. പക്ഷേ ഇത് കുറേ അതിനകത്ത് 90% ഉണങ്ങിപ്പോയി. പിന്നെ അതിനകത്ത് ഒരു ചെറിയ 2-3 പാർട്ടുകൾ മാത്രം ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ എനിക്കൊന്ന് മാറ്റി നടണം. അപ്പോൾ ആ ചട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ചട്ടി നിറഞ്ഞിങ്ങനെ ബഞ്ചായിട്ട് നല്ല ഭംഗിയിൽ നിന്ന ഒരു ചെടിയായിരുന്നു അത്. ഇപ്പോൾ കണ്ടില്ലേ, അതെല്ലാം ഉണങ്ങിപ്പോയി. ഇനി ഉള്ള ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് ആ പോട്ടിൽ തന്നെ നടാവുന്നതാണ്. കാരണം ഈ പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സ് കുറച്ച് നാളായതേ ഉള്ളൂ അത് വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഇളക്കിയിട്ട് നടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ പഴകിയ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് കളയാം. പിന്നെ ഈ ചെടിയെ സംബന്ധിച്ച് ഇതിനെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ വേര് മാത്രം ഇങ്ങനെ കുറച്ച് മാത്രമേ പിന്നെ പോട്ടി മിക്സിലേക്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ. ബാക്കി മൊത്തം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിയിട്ട് അതിനകത്ത് ബഞ്ചായിട്ടാണ് നിൽക്കുന്ന ഇലകൾ. അപ്പോൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കണ്ടൽ ചെടികളുണ്ടല്ലോ, കണ്ടൽ ചെടികൾ, ആലിൽ നിന്നൊക്കെ ഇങ്ങനെ വേരിറങ്ങി വന്നിട്ട് അത് താഴേക്ക് പോയി ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ കണ്ടൽ ചെടികളും അതേപോലെ തന്നെ അത് മുകളിൽ ഇങ്ങനെ പരന്ന് നിൽക്കും. പക്ഷെ അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഓരോ കൊമ്പായിട്ട് നേർത്ത് പോയിട്ട് മണ്ണിലേക്ക് ഇറങ്ങി പോവുകയെന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയത്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണേ. അപ്പോൾ ഇതിന് കൂടുതൽ ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണ്. ഫേണിനെ പോലെ തന്നെ, എല്ലാ ഫേണുകളെ പോലെ തന്നെ ഇതിനും എപ്പോഴും ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലത്ത് വെക്കുക ചെയ്യരുത്. വെച്ച് കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് ഉണങ്ങിപ്പോയിട്ട് ചെടി വാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും നമുക്ക് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു വളർന്നു വരില്ല. കാരണം അതങ്ങ് ആ തണ്ടോടെ വാടിപ്പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നനവ് എപ്പോഴും ഉണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ ഈർപ്പം എപ്പോഴും ഉണ്ടാവണം. പിന്നെ വളം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ലിക്വിഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രോഗം വരുന്നത് ചിലപ്പോൾ അഴുകൽ രോഗം വരും. കാരണം കൂടുതൽ വെയിലുള്ള ഭാഗത്തല്ലല്ലോ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് വെയിലടിക്കണം വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളം കൂടുതലായി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചീയലൊക്കെ വരും. ഇത് കണ്ടില്ലേ, ഞാൻ ആ രണ്ടാമത് മാറ്റിവെച്ച ചട്ടിയിലുള്ള ചെടിയാണ് ഇത്. അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ വേരുകൾ കണ്ടോ, നേർത്ത വേരുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ കുറച്ച് ഭാഗം മാത്രമേ മണ്ണിലേക്ക് വരുള്ളൂ. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യമേ നട്ട ചെടിയാണേ. അത് ഞാൻ 2 ദിവസം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വാടിപ്പോയി. അപ്പോൾ ഇനി അത് കിളിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ചെടി നന്നായിട്ട് വന്നിട്ടുണ്ട്.
എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അത് ഉണങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.